പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെ കർത്താവ് വിളിച്ചത് തന്നെ അനുഗ്രഹത്തിൽ വസിക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തെ നമ്മെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമാണ്. അനുഗ്രഹം 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 എന്നൊക്കെ പറയുമ്പോൾ ചിലര് പെട്ടെന്ന് അതിനോട് വിപരീതമായി പ്രതികരിക്കും. ഇതെന്താ അനുഗ്രഹം മാത്രം പറയുന്നത്? ദൈവത്തിന് പ്രമാണമില്ലേ, ശിക്ഷയില്ലേ, ഡിസിപ്ലിൻ ഇല്ലേ, ന്യായവിധിയില്ലേ? പലതരത്തിലെ ചോദ്യങ്ങൾ അതിന് മുൻപിൽ ഉയർന്നു വന്നേക്കാം. ദൈവം വിശുദ്ധനാണ്, വിശുദ്ധിയെ നിർബന്ധിക്കുന്നവനാണ്, വിശുദ്ധി ആഗ്രഹിക്കുന്നവനാണ്. സ്വർഗത്തിലെ ദൂതന്മാർ തന്നെ വിളിക്കുന്നത്, അവിടെ അവനെ ആരാധിക്കുമ്പോൾ ആരാധനയിൽ ഉയർത്തുന്ന ശബ്ദം ഇതാണ്: ദൈവം പരിശുദ്ധൻ 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 എന്നാണ് അവിടെ അവനെ സ്തുതിക്കുന്നത്. സ്തുതികളുടെ മധ്യേ വസിക്കുന്നവനാണ് വിശുദ്ധനായ ദൈവം. അതുകൊണ്ട് തന്നെ വിശുദ്ധി ദൈവത്തിന്റെ നിർബന്ധമുള്ള കാര്യം തന്നെ. ദൈവത്തിന്റെ പദ്ധതിയുടെ പ്രധാനപ്പെട്ട കാര്യം ഹല്ലേലൂയ വിശുദ്ധിയിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുക എന്നതല്ല. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവനിലേക്ക് നമ്മെ അടുപ്പിക്കുക എന്നുള്ളത്. ഒരുവൻ അവനിലാകുമോ, ക്രിസ്തുവിലാകുമോ, എപ്പോഴാണോ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ദൈവബോധം ഉണ്ടാകുന്നത്, ദൈവാവബോധം, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം, ദൈവം എൻ്റെ കൂടുണ്ട്, കർത്താവിനെ അറിയുന്നു, കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് ഞാൻ എന്ന് ഒരുവന്റെ അകത്ത് എപ്പോൾ ബോധ്യം ഉണ്ടാകും, അവിടെ നിന്നാണ് അവന്റെ ജീവിതത്തിന്റെ വളർച്ചയും ഉയർച്ചയും ആരംഭിക്കുന്നത്. ആ കേന്ദ്രബിന്ദു വളരെ പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, ആദാം പാപം ചെയ്തപ്പോൾ ആദാമിന് മഹത്വം നഷ്ടപ്പെട്ടു. അതെ, റോമാലേഖനം 3-ാം 23-ാം വാക്യം പറയുന്നതനുസരിച്ച് ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. തേജസ് നഷ്ടപ്പെട്ടു. എല്ലാവരും പാപം ചെയ്യുകയും ദൈവിക തേജസ് നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അവർ ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തി. ആ തേജസ് നഷ്ടപ്പെട്ടതായ ആദം, നമുക്കറിയാം, വൈകുന്നേരമായപ്പോൾ, സന്ധ്യയായപ്പോൾ കർത്താവിന്റെ ശബ്ദം കേട്ട് അവൻ ഭയന്ന് ഒരു വൃക്ഷത്തിന്റെ മറവിൽ മറഞ്ഞിരുന്നു. വചനം ഇങ്ങനെ പറയുന്നത്: ആദം ഭയപ്പെട്ടു. താൻ നഗ്നനെന്ന് അറിയുകൊണ്ട് ഭയപ്പെട്ടു. അവിടെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഭയം അവനെ പിടിച്ചു. നഗ്നത അത് അവന് ലജ്ജയല്ല കൊണ്ടുവന്നത്, ഭയം അവന്റെ അകത്ത്. ഭയം വന്നപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവർ, നമുക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക എന്നതാണ് ഈ പ്രോഗ്രാം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിന്ന് ദൈവമുണ്ടോ, ദൈവമില്ലേ, ദൈവം അവിടെയുണ്ടോ, ഇവിടെയുണ്ടോ, അവിടെയില്ലേ, ഇവിടെയില്ലേ, പലതരത്തിലെ ചോദ്യങ്ങൾ. ചിലർ അവകാശപ്പെടും ദൈവം ഞങ്ങളുടേത് മാത്രം. എല്ലാവരും പലതരത്തിൽ അവരവരുടെ വാദഗതികളെ ഉയർത്തുവാനായിട്ട് പല ആശയങ്ങളെ ഉയർത്തി കാണിക്കും. എന്നാൽ ദൈവം സകല മാനവജാതി, നമുക്ക് ബൈബിളില് വളരെയേറെ ഭാഷകളിൽ തർജ്ജിമ ചെയ്യപ്പെട്ടുള്ള ഒരു വാക്യമുണ്ട്. അതായത് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. He loved the world. അവൻ കുറച്ച് മനുഷ്യരെ സ്നേഹിച്ചെന്നല്ല, ഏതോ പ്രത്യേക കൂട്ടരെ സ്നേഹിച്ചുവെന്നുമല്ല, ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം സകല മാനവജാതിയിലേക്കും സകലരിലേക്കുമുള്ളതാണ്. അവൻ സകലരെയും സ്നേഹിക്കും.
ഇന്ന് കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കും ആ സ്നേഹം ഒഴുകുന്നതാണ്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ദൈവം ഏതോ ചിലർക്ക് വേണ്ടിയുള്ളത്, അവരുടെ കൂടെ ദൈവമുണ്ട്, ഇവരുടെ കൂടെ ദൈവമില്ല. ചിലർ പറയും ദൈവമേ ഇല്ല. അപ്പോഴിത് ദൈവമുണ്ട് ഇല്ല എന്ന തർക്കങ്ങളുടെ സംഗതി അല്ല ഇവിടെ ഞാൻ പറയുന്നത്. ദൈവമുണ്ട്, എന്നാൽ ദൈവ സാന്നിധ്യം കണ്ടുപിടിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് അത്ഭുതങ്ങളുടെ നടുവിൽ ദൈവത്തെ അന്വേഷിക്കുകയല്ല ചെയ്യേണ്ടത്. രോഗസൗഖ്യം, പ്രവചനം, അത്ഭുതങ്ങളും അടയാളങ്ങളും അതൊക്കെയാണ് ദൈവം അവിടെ ഉള്ളതിന്റെ അടയാളം എന്ന നിലയിൽ പലതും പഠിച്ചു വെച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാതാകുമ്പോൾ ദൈവമില്ലയോ എന്നൊരു സംശയത്തിലെത്തും. നമുക്കറിയാം, ചിന്തിച്ചു നോക്കിക്കേ, യോസഫിന്റെ ജീവിതത്തിൽ ദൈവം 2 സ്വപ്നം അവന് കാണിച്ചു കൊടുത്തു. 2 സ്വപ്നവും അവന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പറ്റാത്ത സ്വപ്നം അവൻ കാണും. ആ സ്വപ്നം 2ഉം അവൻ കാണുമ്പോ ആ സ്വപ്നങ്ങൾ അവന്റെ അകത്ത് ഒരു വിശ്വാസം ഉറപ്പൊക്കെ കൊടുത്തു. എന്നാൽ നമ്മള് പിന്നെ വളരെ അടുത്ത് യോസഫിന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, യോസഫിന്റെ ജീവിതത്തില് ഇങ്ങനൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് യോസഫിന്റെ ജീവിതത്തിൽ ഈ തരത്തിലെ അനുഭവങ്ങളിൽ കൂടെ പോയി എന്ന് നമുക്ക് സംശയം ഉണ്ടായേക്കാം. പക്ഷെ പ്രിയപ്പെട്ടവർ, അവിടെ യോസഫിനോട് ദൈവം കാണിച്ചു കൊടുത്ത സ്വപ്നത്തിൽ കൂടെ ദൈവം സംസാരിച്ചവനായ ദൈവം യോസഫിന്റെ ജീവിതത്തിൽ നിവർത്തിക്കുന്ന സമയം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദൈവ സാന്നിധ്യവും കാണാനില്ല. പക്ഷേ മറക്കരുത്, ദൈവം അത്ഭുതങ്ങളുടെ അകമ്പടി സേവിച്ചു വരുന്നവനല്ല. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത വചനം. അവനെ കുറിച്ച് പറയുന്നിടത്ത് അവന്റെ വാക്കുകൾ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ പറഞ്ഞു, മത്സ്യങ്ങൾ വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ആ വാക്ക് ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മാനവജാതിയോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വർദ്ധിച്ച് ഭൂമിയെ നിറയ്ക്കാനാ പറഞ്ഞു. ആ കൽപ്പനയുടെ ശക്തി ഇന്നും മനുഷ്യന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, അവൻ പറഞ്ഞ വാക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നാം അത്ഭുതങ്ങളുടെ വ്യവസ്ഥ വെച്ചുകൊണ്ടല്ല ദൈവ സാന്നിധ്യത്തെ, ദൈവം ഉണ്ട് ഇല്ല എന്ന അറിവിലെത്തേണ്ടത്. ഒരിക്കലുമല്ല. നാം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അവന്റെ വചനത്തിൽ നിന്ന്. അവൻ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതവൻ നിവർത്തിച്ചിരിക്കും. അതിനൊരു വ്യക്തി നിങ്ങളുടെ തലയിൽ കൈവയ്ക്കണമെന്നോ, നിങ്ങൾക്കൊരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണമെന്നോ നമുക്ക് ചിലപ്പോഴറിയാം. ചില കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, അതായത് ദൈവം ഇന്ന സ്ഥലത്താണ് ദൈവം ഇരിക്കുന്നത്, അത് ഒരു ഹീലിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, സൗഖ്യത്തിന്റെ ഒരു അന്തരീക്ഷം ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. വചനത്തിനകത്ത് സൗഖ്യമുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ എത്ര വലിയ മാരക രോഗം നിങ്ങൾ ചുമക്കുന്നെങ്കിലും, എത്ര വലിയ മാരക രോഗം നിങ്ങൾ ചുമക്കുന്നെങ്കിലും, നിങ്ങളുടെ സകല രോഗത്തെയും സൗഖ്യമാക്കുവാൻ ശക്തിയേറിയതാണ് ദൈവവചനം. അതിന് ഒരു വ്യക്തി നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ സൗഖ്യമായേക്കാം, നിശ്ചയമായിട്ടും. ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും സൗഖ്യമാക്കാം. പക്ഷേ അങ്ങനെ ഒന്നും സൗഖ്യമായില്ലെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ വചനത്തിന്റെ ശക്തി പ്രവർത്തിച്ചിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, ഒട്ടും സംശയിക്കേണ്ട കാര്യത്തിൽ. അവൻ പറഞ്ഞ വചനം നിങ്ങളിൽ നിവർത്തിപ്പാൻ അവന്റെ വചനം ജാഗരിച്ചുകൊണ്ടിരിക്കും. അവന്റെ വചനം തന്നെ. കാരണം വചനം എന്ന് പറയുമ്പോ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോ
അവനെ കൂടാതെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതൊക്കെയും അവനെ കൂടാതെ. വചനത്തെ അവിടെ പറയുന്നത് അവനെ കൂടാതെ, വചനത്തെ കൂടാതെ. ആമേൻ. പ്രിയപ്പെട്ടവർ, നമുക്ക് ദൈവവചനത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവന് ദൈവവചനം എന്ന് പേര്. അവന്. അപ്പോഴ് ദൈവവചനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ അവിടെയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ആ ദൈവവചനത്തെ ആമേൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയായി മനസ്സിലാക്കും. പ്രൈസ് ഗാഡ്. അവൻ, അതായത് നമ്മുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു അത്ഭുതം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ പറയാം, നിങ്ങൾ വേറെ ഓരിടത്തേക്കും തിരിയണ്ട, വചനത്തിലേക്ക് തിരിഞ്ഞാൽ. മോശയുടെ ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തില് മൂടുപടം, പഴയ നിയമം വായിക്കുമ്പോഴേക്ക് മൂടുപടം അവരുടെ മേൽ കിടക്കും. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അത് വചനത്തിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നേ. മൂടുപടം അവിടെ ഇല്ല പിന്നെ. യെസ്, അതൊരു പഴങ്കഥയല്ല. ദൈവവചനം ഇന്നും ക്രിയ ചെയ്യുന്ന വചനം. വചനത്തിൽ വിശ്വസിച്ച് സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, വിടുതൽ നിങ്ങളുടെ അവകാശമാണ്, ഉയർച്ച നിങ്ങളുടെ അവകാശമാണ്. അതിന് കാരണം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അഭിഷിക്തന്റെ അഭിഷേകമോ, നിങ്ങളുടെ മാതാപിതാക്കളുടെ നല്ല പ്രവൃത്തികളൊന്നുമല്ല. കർത്താവ് പറഞ്ഞതാണ്. അവൻ പറഞ്ഞതാ, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നമുക്കറിയാം, ദൈവം ആദമിനെ ഹവ്വയും സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ച നമ്മൾ വചനത്തിൽ കാണും. അപ്പൊ ആ അനുഗ്രഹം ഇന്ന് നമ്മുടെ അവകാശമാണ്. അത് നമ്മൾ ആരുടെയും ഔദാര്യം നമ്മൾ യാചിച്ച് നേടിയെടുക്കുന്നൊന്നുമല്ല. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ അവകാശമാണ് അനുഗ്രഹം. അതിന് മറ്റൊരു വ്യവസ്ഥകളും അവിടെ ഇല്ല. മറ്റൊരു വ്യവസ്ഥകളും അവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആ വചനത്തിലേക്ക് മടങ്ങണം, വചനത്തിലേക്ക് തിരിയണം. കർത്താവിന്റെ വചനം ഇന്നും പ്രവർത്തിക്കുന്ന വചനം. നമുക്ക് കർത്താവിന്റെ കർത്താവിനെ കുറിച്ച് തന്നെ വചനമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് എൻ്റെ ജീവിതത്തെ എന്നെ വളരെയേറെ സ്പർശിച്ച ഒരു വാക്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുമ്പോൾ അതിന്റെ 28-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണി. ഇവിടെ യേശുവിന്റെ മരണം, പുനരുത്ഥാനം ഒരു വലിയ സംഭവമായി മാറി. അവിടെ ഒരു കാരണവശാലും അവൻ പുറത്തു വരരുതെന്ന് ഉറപ്പിച്ചുകൊണ്ട് മരിച്ചിട്ട് പോലും അവർക്ക് അവന്റെ ശക്തിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. മരിച്ചിട്ട് പോലും അവർ അവനെ ഭയപ്പെട്ടു. അവർ രാജാവിന്റെ അടുക്കൽ തന്നെ പ്രത്യേക അനുവാദം വാങ്ങി ചുറ്റും അവന്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിർത്തി വലിയൊരു കല്ലുരുട്ടി വെച്ച് മുഖാമുഖം അടച്ചു, ചങ്ങലയിട്ട് മുദ്ര വെച്ച് ഉറപ്പാക്കി. അവിടെ അവർ വിശ്വസിച്ചത് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേൽക്കുമെന്നല്ല. അവർ പറഞ്ഞ കാര്യം ഇതാ, അവൻ പറഞ്ഞതനുസരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പറഞ്ഞതനുസരിച്ച് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ എടുത്തുകൊണ്ട് പോയിട്ട് നാട് മുഴുവൻ പറഞ്ഞു വരത്തും അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന്.
ഒടുവിലത്തെ ചതി മുമ്പിലത്തെ ചതിയേക്കാളും വല്ലാത്തതാകും, അതുകൊണ്ട് കാവൽ വെക്കണം. ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പുകൊണ്ടല്ല, എന്നാൽ ഉള്ളിൽ ഭയമുണ്ട്. ആ യേശു പുനരുത്ഥാനം ചെയ്തു. അത്രയും കാവൽ വെച്ചിട്ടും, അത്രയും അടിച്ചവന്റെ ശരീരം മുറിപ്പെടുത്തിയിട്ടും, അവനെ നിന്ദിച്ച് അവസാനതുള്ളി രക്തം വരെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിട്ട് പോലും വീണ്ടും അവനെ ക്രൂശിച്ചപ്പോൾ വീണ്ടും അവനെ പരിഹസിച്ചു. ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഇറങ്ങി വാ, ക്രിസ്തുവാണെങ്കിൽ ഇറങ്ങി വാ. മരിച്ചു എന്ന് ഉറപ്പുവരുത്തി അരിമത്തേക്കാരൻ യോസേഫ്, നിക്കോദിമോസും എല്ലാം അടങ്ങുന്ന സംഘം അവനെ ശീലകൾ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യം കൊണ്ട് പൂശി ആ ശരീരം അരിമത്തേക്കാരൻ യോസഫ് വില കൊടുത്തു വാങ്ങിയ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. ശബത്ത് ദിവസമായതുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്നു. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവരവിടെ വന്നപ്പോ കല്ലറ തുറന്നിരിക്കുന്നു. യേശുവിനെ വെച്ച സ്ഥലത്ത് അവനില്ല. ആ സംഭവ സമയത്ത് അവിടെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. അവിടെ നമ്മൾ ആ വാക്യത്തിൽ വായിക്കാം, 28-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു. 2-ാം വാക്യം, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അപ്പോൾ അവിടെ കർത്താവ് കല്ലുരുട്ടി മാറ്റി കഴിഞ്ഞല്ല കർത്താവ് പുറത്തുപോയി. കർത്താവ് പുറത്തുപോയി, പക്ഷെ അപ്പോഴും അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും ആ കല്ല് ആ ഗുഹാമുഖത്ത് തന്നെയുണ്ട്, കല്ലറയുടെ മുഖത്ത് തന്നെയുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ ദൂതനെ കുറിച്ച് അടുത്ത് പറയാം. 3-ാം വാക്യം, അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായി. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണാനായിട്ട് വന്നതാ. പക്ഷേ അവനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു സദ്വർത്തമാനമുണ്ട്, ഒരു ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയാമോ? അവൻ ഉയർത്തെഴുന്നേറ്റു എന്നല്ല പറഞ്ഞത്, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. That is something about the word. അവിടെയാണ് വചനത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ചിന്തിച്ചു നോക്കുക. സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ ക്രൂശിക്കപ്പെട്ടു, സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ നിന്ദിക്കപ്പെട്ടു, സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ തുപ്പപ്പെട്ടു, സാക്ഷാൽ ദൈവപുത്രൻ മരിച്ചു. അനക്കമില്ല. ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നില്ല? എന്തുകൊണ്ട് ദൈവം ഇടപെട്ടില്ല? മഹാപുരോഹിതന്മാരും സേവകരും പട്ടാളക്കാരും തള്ളിപ്പറഞ്ഞ പത്രോസും കാണിച്ചു കൊടുത്ത യൂദാസും പരിഹസിച്ച നാട്ടുകാരും അവരുടെ മേലൊന്നും ഒരു ശിക്ഷ വരാതിരുന്നത് എന്തുകൊണ്ട്? ദൈവമില്ലേ? ദൈവം കേട്ടില്ലേ? ദൈവം ഇത് കണ്ടില്ലേ? പ്രിയപ്പെട്ടവരെ, യോസഫിന്റെ ജീവിതത്തിൽ പടിപടിയായി നടന്ന പ്രതിസന്ധികളിൽ ദൈവമില്ല എന്ന് സംശയം തോന്നിയേക്കാം. പക്ഷേ അവൻ പറഞ്ഞ വാക്ക്, അവൻ കാണിച്ചു കൊടുത്ത ദർശനം അവൻ നിവർത്തിച്ചിരിക്കും. ഇവിടെ കല്ലറയിലോ ക്രൂശിലോ ദൈവത്തിന്റെ ഒരു ഇടപെടലും നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇവിടെ ദൂതൻ പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. അവൻ
പറഞ്ഞതുപോലെ. പ്രിയപ്പെട്ടവരെ, അവൻ നിശബ്ദനായി ഉറങ്ങുകയാണ്. അവന് ചലനമൊന്നും അവിടെ കാണാനില്ല. ക്രൂശിൽ നിന്ന് ഇറക്കിയപ്പോൾ അവൻ സംസാരിക്കുന്നില്ല. ക്രൂശിൽ നിറക്കിയപ്പോൾ അവൻ അത്ഭുതം ചെയ്തില്ല. ക്രൂശിൽ നിറക്കിയപ്പോ യായിറോസിന്റെ കുഞ്ഞ് എഴുന്നേറ്റതുപോലെയോ ലാസർ ഉയർത്തതുപോലെയോ നയീനിലെ വിധവയായ സ്ത്രീയുടെ മകൻ ഉയർത്തെഴുന്നേറ്റതുപോലെയോ ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ശരീരമാണ് നിശബ്ദമായിരിക്കുന്നത്. എന്നാൽ അവൻ പറഞ്ഞ വചനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞ വചനം ചലിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു, പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾ കേൾപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ഇവിടെ ഈ 18-ാം വാക്യത്തിൽ യേശു പറഞ്ഞ മനുഷ്യപുത്രനെ കുറിച്ച് പറയുക. അവനെ തല്ലും കൊല്ലും എല്ലാം ശരിയാ, പക്ഷെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. 17-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം 22 മുതൽ വായിക്കാം. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ മഹാപുരോഹിതന്മാർക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. 27-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യത്തെ നമുക്ക് കാണുന്ന ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 27-ന്റെ 63. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അവിടെ ചിന്തിച്ചു നോക്കിക്കേ, കർത്താവിന്റെ ശരീരത്തിന് അനക്കമൊന്നുമില്ല, ചലനമൊന്നും കാണാനില്ല. സ്വർഗം, അതായത് യേശുവിന്റെ മരണസമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, തിരശ്ശീല 2ആയി കീറി ചീന്തിപ്പോയെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അനക്കമൊന്നുമില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മൾ പലപ്പോഴും പുറമേ ഉള്ള അത്ഭുതങ്ങളെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഒന്നും കാണുന്നില്ലോ, ആരും വന്നില്ലല്ലോ, വഴി തുറന്നില്ലല്ലോ, ഫോൺ വന്നില്ലല്ലോ, ഇമെയിൽ വന്നില്ലല്ലോ, അവർ വിളിച്ചില്ലല്ലോ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, എല്ലാ സാഹചര്യങ്ങളും നിശബ്ദമായിരിക്കുമ്പോഴും നിങ്ങൾ വിചാരിച്ചേക്കാം, ആ വാക്ക് 3-ാം നാൾ ഉയർക്കുമെന്ന് പറഞ്ഞതോടുകൂടെ ആ വചനത്തിന്റെ ശബ്ദം തീർന്നെന്ന്. പ്രിയപ്പെട്ടവരെ, ശബ്ദം തീർന്നു, പക്ഷെ ആ വചനത്തിന്റെ ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അവൻ 3-ാം നാൾ ഉയർക്കുമെന്ന് ഏലിശയോ പ്രവചിച്ചില്ല. അവന്റെ മരണത്തെക്കുറിച്ച് ഏശയ്യാവ് 53-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുമ്പോഴും ഏശയ്യാവിന്റെ പ്രവചന ഗ്രന്ഥത്തിൽ ഏശയ്യാവ് പറഞ്ഞില്ല അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പക്ഷെ എന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് പറഞ്ഞതാണെങ്കിൽ, അവൻ പറഞ്ഞ വാക്കിന്, ആമേൻ, അതിനെ നിവർത്തിക്കുവോളം ആർക്കും എതിര് നിൽക്കാൻ സാധ്യമല്ല. ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എന്തുമാകട്ടെ, എത്ര പ്രതിസന്ധി നിറഞ്ഞതായിക്കോട്ടെ, പക്ഷേ നിങ്ങളോട് കേൾപ്പിച്ച വചനമില്ലേ, നിങ്ങളോട് പറഞ്ഞ വചനം, യെസ്, ആ വചനത്തിന്റെ ശക്തി തീർന്നു പോയിട്ടില്ല. ആ വചനത്തിന്റെ ശക്തിക്ക് പരിമിതികളില്ല. തടയാൻ ആർക്കും സാധ്യമല്ല, തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ആ വചനം ഇന്നും ചലിക്കുന്ന വചനമാ, പ്രവർത്തിക്കുന്ന വചനമാ, ക്രിയ ചെയ്യുന്ന വചനമാ. അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിശബ്ദതയുടെ സീസണാണോ? പ്രിയപ്പെട്ടവരെ, ഒരു ദർശനം കാണുന്നില്ല, സ്വപ്നം കാണുന്നില്ല, ദൈവിക അരുളപ്പാടുകളില്ല, പ്രവചനമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പ്രവചനം
നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞ പിന്നെയും 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 അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മാനിക്കുന്നത് വരെ ആ ഒരിക്കൽ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വചനം നിന്നെ മാനിക്കുന്നത് വരെ ആ വചനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആകയാൽ ഒന്നിന്റെ മുമ്പിൽ മുട്ടുമടക്കരുത്, ഭയന്നു പോകരുത്, ധൈര്യത്തോടിരിക്കുക, വചനത്തെ മുറുകെ പിടിക്കുക. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു അത്ഭുതം നടക്കാൻ പോവുക. നിശബ്ദതയുടെ സീസൺ മാറി ഇന്ന് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, വചനം നിങ്ങളിൽ നിവൃത്തിയാകുന്ന ഒരു ആമേൻ ദിവസമായിട്ട് ഇന്നത്തെ ദിവസം കർത്താവ് മാറ്റുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവെ, ജീവിതത്തിനകത്ത് പല വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും കേട്ടിട്ട് അനക്കമില്ല, ഒരു ദൈവപ്രവൃത്തിയും കാണുന്നില്ല, തളർന്നു പോയിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ഇരുട്ട് മാറട്ടെ, ആ നിശബ്ദത മാറട്ടെ, ചില ചങ്ങലകൾ പൊട്ടട്ടെ, ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങട്ടെ, മരണവാശങ്ങളെ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ പറഞ്ഞ വാഗ്ദത്തം അവരിൽ ഇപ്പോൾ നിവൃത്തിയാകട്ടെ. ഇന്ന് തന്നെ കർത്താവെ, അവിടുന്ന് തക്ക സമയത്ത് അത്ഭുതം ചെയ്യുന്നവനാ. ഇപ്പോൾ തന്നെ കർത്താവെ, ഈ നിമിഷം തന്നെ കർത്താവെ, അവരിൽ വീര്യ പ്രവർത്തികൾ സംഭവിക്കട്ടെ. ആ ഭവനത്തിന്റെ അവസ്ഥ മാറട്ടെ, ആ കുഞ്ഞിന്റെ അവസ്ഥ മാറട്ടെ കർത്താവെ. ഇപ്പോൾ തന്നെ ജീവന്റെ ശക്തി ആ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. അസാധാരണമായ ഒരു ദൈവപ്രകാശം, ദൈവിക ആമേൻ ഹല്ലേലൂയ ശക്തി ആ ഭവനത്തിൽ വെളിപ്പെടുമാറാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുക. വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാം വചനത്തിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരാനായിട്ടാണ് ഈ വചനത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ബൈബിൾ പഠന പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. സൗജന്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും വചനം പഠിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനും നിങ്ങളുടെ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാനും ഞങ്ങളും ആഗ്രഹത്തോടെ ആയിരിക്കും. കർത്താവ് നിങ്ങളെ എല്ലാ നിലകളിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുകയും മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.